السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. മിന്നൽ വേഗതയിൽ ഉത്തരം ലഭിക്കുന്ന അടക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടുന്ന സൂറത്ത്, ഒരു സൂറത്താണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 4 താക്കോലുകൾ ഈ സൂറത്തിലുണ്ടെന്ന് മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സൂറത്തിന് സൂറത്തുൽ ഇസ്തിജാബ എന്നും പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ 4 താക്കോലുകൾ? ഈ സൂറത്തിൽ ഫസ്തജബ്നാ ലഹു എന്ന് നാം അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു എന്ന് പറയുന്ന വാക്ക് ഒന്നിലധികം പ്രാവശ്യം കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ ഈ സൂറത്തിൽ വന്ന ഈ പദം ഖുർആനിൽ ഇതുപോലെ മറ്റൊരിടത്തും കാണാൻ സാധിക്കുകയില്ല. ഈ സൂറത്തിലുള്ള 4 താക്കോലുകൾ: ഒന്ന്, മിഫ്താഹു നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത്. വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. ഈ ആയത്ത് ഈ സൂറത്തിൽ കാണാം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവം വിവരിക്കുന്നതായ ആയത്ത്. രണ്ടാമത്തത് മിഫ്താഹുൽ അയ്യൂബ് ലിൽ മർളി ശദീദ്, കഠിനമായ രോഗത്തിൽ പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ താക്കോൽ എന്നറിയപ്പെട്ടതായ ആയത്ത്. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ രോഗം അള്ളാഹു സുഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സൂക്തമാണ്. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫനാ മാ ബിഹി മിൻ ദുർർ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. മൂന്നാമത്തെ താക്കോൽ മിഫ്താഹു സയ്യിദിന യൂനുസ് അലൈഹിസ്സലാം ലിൽ ഗമ്മി വൽ ഹമ്മി വൽ ഹുസ്നി, വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബേജാറുകളും എല്ലാം നീങ്ങിപ്പോകാൻ കാരണമായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം വിവരിക്കുന്നതായ ആയത്ത്. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. നാലാമത്തേത് മിഫ്താഹു സയ്യിദിനാ സക്കരിയ അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലിസുർരിയത്തി വൽ അമലി വൽ റജാഇ വത്തൊലബി വൽ ഉംനിയ, സന്താന സൗഭാഗ്യം, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം പൂർത്തീകരിച്ച് കിട്ടിയതായ സംഭവം വിവരിക്കുന്നതായ സൂക്തം. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ആബിദീൻ. ഈ 4 താക്കോലുകൾ എന്നാണ്, ഈ സൂറത്തിലുള്ള 4 താക്കോലുകൾ എന്നാണ് ഈ ആയത്തുകളൊക്കെ അറിയപ്പെടുന്നത്. ഈ സൂറത്ത് മുഴുവനായും പാരായണം ചെയ്താൽ, ഈ സൂറത്താണ് സൂറത്തുൽ അംബിയാ. പലപ്പോഴും നാം പല സൂറത്തുകളും പതിവായി പാരായണം ചെയ്യാറുണ്ടെങ്കിലും സൂറത്തുൽ അംബിയാ പതിവാക്കുന്നവർ ചുരുക്കമാണ്. ഈ സൂറത്ത് പാരായണം ചെയ്താൽ മിന്നൽ വേഗതയിൽ
ഉത്തരം ലഭിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതിന് പുറമെ അടക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും ഈ സൂറത്ത്. അഥവാ ഒരുപാട് മുടക്കങ്ങളുണ്ട്, ഒന്നും ശരിയാകുന്നില്ല. ഏത് ഭാഗത്ത് ചെന്നാലും മുടക്കങ്ങളാണ്. ഈ മുടക്കങ്ങൾ ഒഴിവായി പോകാനുള്ളതായ, അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതായ, അതിന് കാരണമാകുന്നതായ സൂറത്താണ് സൂറത്തുൽ അംബിയ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവരൊക്കെ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ മറക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ പ്രാർത്ഥനകൾ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ ധാരാളം ഫലങ്ങൾ ലഭിക്കും എന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് നാം വെറും ഭൗതികമായ കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പാരായണം ചെയ്യാതെ, അള്ളാഹുവിൻ്റെ കലാമാണ്, ഖുർആനാണ്, ഓരോ ഹർഫുകൾക്കും 10 പ്രതിഫലം ലഭിക്കും എന്ന നിയത്തോടുകൂടി പാരായണം ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു സജ്ജനങ്ങൾ പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.